ഹായ്, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നും എക്കാലം അവരുടെ ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത് അവരുടെ ഹോം കണ്ടീഷൻസിനനുസരിച്ചാണ്. മുത്തുപ്പാണ്ടി കോട്ടട എന്ന് പറയുന്നത് പോലെ ചെന്നൈയിലെ ചെപ്പോക്ക് മൈതാനം ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ഒരു കോട്ടയാണ്, ഒരു സ്പിൻ കോട്ട. ആ കോട്ടയിലേക്ക് ഈ വർഷം അവർ 2 ഭൂതങ്ങളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭൂതം അശ്വിനാണ്, ചെന്നൈയുടെ സ്വന്തം അശ്വിൻ. രണ്ടാമത്തത് അഫ്ഗാനിസ്ഥാന്റെ കിടിലൻ സ്പിന്നർ നൂർ അഹമ്മദ്. അശ്വിനെ സംബന്ധിച്ച് ഇതൊരു ഹോം കമ്മിങ് ആണ്. ചെന്നൈ ഏതറ്റം വരെ അശ്വിനെ വിളിച്ചെടുക്കാൻ വേണ്ടി പോയി എന്നുള്ളത് അശ്വിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തു എന്നുള്ളത് അശ്വിൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ അവരുടെ ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത് നല്ല വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സിനെയും അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സിനെ കളിക്കാൻ അറിയാവുന്ന ബാറ്റ്സ്മാൻമാരെയും വെച്ചിട്ടാണ് ഈ വർഷവും ചെന്നൈ അവരുടെ ടീം ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം രാഹുൽ ത്രിപാഠിയും ദീപക് ഹൂഡയും കൂടെ വരുന്നതോടുകൂടി അവരുടെ സ്പിന്നിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബാറ്റേഴ്സിന്റെ സ്ട്രെങ്ത് കുറച്ചുകൂടെ കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്പിന്നിലെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രജിൻ രവീന്ദ്ര അവർ വിളിച്ചെടുത്തിട്ടുണ്ട്. ദുബെ ഓൾറെഡി അവർ റിട്ടേൺ ചെയ്തിട്ടുമുണ്ട്. വിജയ് ശങ്കർ, ജാമി ഓവർട്ടൺ, അതുപോലെ തന്നെ സാം കരൺ, ഇങ്ങനെ 3 ഓൾറൗണ്ടേഴ്സ് ആണ് ചെന്നൈയിൽ ഇപ്രാവശ്യം ഉള്ളത്. അതുപോലെ തന്നെ ഒരു ഗുഡ് ബഞ്ച് ഓഫ് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ബാക്കപ്പും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രോബബിൾ പ്ലേയിങ് എലവൻ ഒന്ന് നോക്കാം. ഋതുരാജ് ഗെയ്ക്വാഡും കോൺവേയും തന്നെ ആയിരിക്കും ഓപ്പണിങ്. അത്ര എക്സ്പ്ലോസീവ് ഒന്നും അല്ലെങ്കിലും പവർ പ്ലേ ഒരു 50 മുതൽ 70 റൺ അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ഓപ്പണിംഗ് പെയർ ആണ്. അതുപോലെ തന്നെ വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഒരു 15 to 17 ഓവർ വരെ ബാറ്റിംഗ് കേപ്പബിലിറ്റി ഉള്ള ബാറ്റ്സ്മാൻമാരാണ് ഇവർ രണ്ടുപേരും. നമ്പർ 3 രാഹുൽ ത്രിപാഠിയാണ്. നല്ലൊരു സ്പിൻ പ്ലേയിങ് ബാറ്റ്സ്മാനാണ്. ഈ വർഷത്തെ ചെന്നൈയുടെ ഓപ്ഷനിലെ നല്ലൊരു പിക്കാണ് രാഹുൽ ത്രിപാഠി. അടുത്തത് ശിവൻ ദുബെയാണ്. ചെന്നൈ പിച്ചിൽ സ്പിന്നേഴ്സിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ചെന്നൈയുടെ ഏറ്റവും വലിയ ആയുധം. ഇത് കഴിഞ്ഞിട്ടുള്ള സ്പോട്ടിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം 4 പേരാണുള്ളത്: സാം കരൺ, ജാമി ഓവർട്ടൺ, ദീപക് ഹൂഡ, അതുപോലെ വിജയ് ശങ്കർ. മിക്കവാറും സാം കരൺ തന്നെ ആയിരിക്കും കളിക്കുന്നത്. കാരണം ഇവർ 3 സ്പിന്നേഴ്സിനെ എന്തായാലും കളിപ്പിക്കും, ചെന്നൈയിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ്, അതായത് പവർ പ്ലേയിൽ ബോൾ ചെയ്യാനായിട്ട് ഖലീൽ അഹമ്മദിന് കൂട്ടായിട്ട് ആള് ഉണ്ടാവില്ല. പത്തിരാണ് മിക്കവാറും 10 ഓവറിന് ശേഷമായിരിക്കും ബോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ ബോൾ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ സാം കരൺ ആവാനാണ് ചാൻസ് അവിടെ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാം കരനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നീട് എപ്പോഴത്തെ പോലെ തന്നെ ജഡേജ, ധോണി. ഇത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള 2 പേരാണ്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ പോകാം, ജഡേജ ആയാലും ധോണി ആയാലും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ധോണി കുറച്ച് റെസ്പോൺസിബിലിറ്റി എടുത്തേ പറ്റൂ. കാരണം ഇവർ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ പവർ വളരെ കുറവാണ് ചെന്നൈയെ സംബന്ധിച്ച്. ഇപ്പോൾ ജഡേജയും സാം കരനൊക്കെ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാനാണ്. പക്ഷെ അത്ര എക്സ്പ്ലോസീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ തന്നെ പറയേണ്ടി വരും. പക്ഷെ ധോണി ആ റോളിലേക്ക് വന്നിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ ബാക്ക് എൻഡിലുള്ള ബാറ്റിംഗ്, അതായത് ഫിനിഷിങ്ങിലുള്ള ബാറ്റിംഗ് നല്ല എക്സ്പ്ലോസീവ് ആവും, നല്ല സ്ട്രെങ്ത് ആവും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ധോണി വലിയ താഴേക്ക് പോകാറായിരുന്നു പതിവ്. ഒരുപക്ഷെ ഫിറ്റ്നസിന്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എങ്കിലും ഈ വർഷം ധോണി ആവശ്യമുള്ള സമയത്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് മുകളിലേക്ക് തന്നെ വന്നിട്ട് ആ ഒരു ഫിനിഷിംഗ് റോളിൽ നന്നായിട്ട് പെർഫോം ചെയ്തേ പറ്റൂ. ചെന്നൈയെ സംബന്ധിച്ച് അത് വലിയൊരു ആവശ്യമാണ്. പിന്നെ നമ്പർ 8 അശ്വിൻ ക്യാൻ ഓൾസോ ബാറ്റ് എന്നുള്ളത് ചെന്നൈയെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബോളിംഗിലേക്ക് വരുമ്പോൾ ഖലീൽ അഹമ്മദ്, സാം കരൺ, അതുപോലെ നൂറായിരിക്കും മിക്കവാറും പവർ പ്ലേയിൽ ബോളിംഗ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ മിഡിൽ ഓവേഴ്സിൽ പിന്നെ പറയാൻ വേണ്ട ദ സ്പിൻ ട്രയോ അശ്വിൻ, ജഡേജ ആൻഡ് നൂർ അഹമ്മദ്. ആ ഒരു 12 ഓവർ ഒപ്പണൻസിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് തന്നെ ആയിരിക്കും, പ്രത്യേകിച്ചും ചെന്നൈയിൽ. ബോളിംഗിൽ ബാക്ക് എൻഡിലേക്ക് വരുമ്പോൾ 10ാമത്തെ ഓവർ മുതൽ മുകളിലേക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡെത്ത് വരെ ആണ് സാധാരണ എറിയാറുള്ളത്. അതുപോലെ തന്നെ നൂറിനും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു 17-18 വരെയൊക്കെ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് നൂർ. അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ് 1-2 ഓവർ ഡെത്തിൽ എറിയേണ്ടി വരും. അപ്പോൾ ഓവറോൾ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ്. പ്രത്യേകിച്ചും സ്പിന്നിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ ചെന്നൈയിൽ. പുറത്തേക്ക് പോകുമ്പോൾ അതുപോലെ ഹൈദരാബാദ്, കൊൽക്കത്ത, ഡൽഹി പോലുള്ള പിച്ചുകളിൽ ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ടുള്ള പിച്ചുകളിലേക്ക് പോകുമ്പോൾ, ഹൈ സ്കോറിംഗ് വെന്യൂവിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ഫയർ പവർ ഇല്ലാത്തത് ഒരു പക്ഷേ ഒരു പ്രശ്നമായിട്ട് വന്നേക്കാം ചെന്നൈയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ ധോണി സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റൂ. ബോളിങ്ങിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ചെന്നൈയിൽ ഒന്നും പറയാനില്ല. ആ സ്പിൻ ട്രയോയും പത്തിരാനെയും പിന്നെ ഖലീൽ അഹമ്മദും സാം കരനും കൂടെ എറിയുമ്പോഴത്തേക്ക് വളരെ ടൈറ്റായിട്ടുള്ള 20 ഓവറിൽ എറിയാനുള്ള പാക്ഡ് ആയിട്ടുള്ള ഒരു ബോളിംഗ് തന്നെ ചെന്നൈക്കുണ്ട്. എവേ മാച്ചുകളിൽ ഒന്നുകിൽ നാഥൻ എല്ലീസിനെയോ അല്ലെങ്കിൽ അൻഷു കമ്പോജിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. നാഥൻ എല്ലീസിനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സാം കരനെ ആയിരിക്കും മാറ്റി നിർത്തുന്നത്. ഇവർ എല്ലായിടത്തും ഈ സ്പിൻ ട്രയോ യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നൂർ അഹമ്മദ്, അശ്വിൻ, ജഡേജ എല്ലാം ഏത് കണ്ടീഷൻസിലും ബോൾ ചെയ്യാൻ പറ്റുന്ന ബോളേഴ്സാണ്. അതുകൊണ്ട് അവരെ തൊട്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ക്യാപ്റ്റൻസി. ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസി എന്നെ സംബന്ധിച്ച് അത്ര ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ധോണി ശരിക്കും പറഞ്ഞാൽ എത്ര നാൾ ചെന്നൈയിൽ കളിക്കുന്നോ അത്രയും നാൾ ശരിക്കും ധോണി തന്നെയായിരുന്നു ക്യാപ്റ്റനായിട്ട് ഇരിക്കേണ്ടത്. ധോണി സത്യം പറഞ്ഞാൽ 43 വയസ്സിൽ CSKയിൽ കളിക്കുമ്പോൾ, CSK എന്ന് പറഞ്ഞ ടീമിൽ ഏറ്റവും കൂടുതൽ ധോണിയിൽ നിന്ന് പ്രയോജനം ചെയ്യുന്നത് ആ എക്സ്പീരിയൻസും ക്യാപ്റ്റൻസിയാണ്. അത് ഇല്ലാതെ ഒരു പ്ലെയറായിട്ട് മാത്രം കളിക്കുന്ന സത്യം പറഞ്ഞാൽ ആ റിസോഴ്സിനെ അണ്ടർ യൂസ് ചെയ്യുകയാണ്.
എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധോണി എത്ര വർഷം കളിച്ചാലും അത്രയും വർഷം ധോണി തന്നെ ക്യാപ്റ്റനായിരിക്കേണ്ടതായിരുന്നു ഏറ്റവും മികച്ച തീരുമാനം. അത് കഴിഞ്ഞിട്ട് ഋതുരാജിനോ മറ്റാർക്കെങ്കിലും ക്യാപ്റ്റൻസി കൊടുക്കുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ. ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിൽ ഞാൻ പേഴ്സണലി ഇംപ്രസീവ് അല്ല. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ വർഷത്തെ റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. അത് ഋതുരാജ് ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്. ധോണി ക്യാപ്റ്റൻ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ ടീമിന് 8.5 ഔട്ട് ഓഫ് 10 ഉറപ്പായിട്ടും കൊടുത്തായിരുന്നു. ഈ ടീം പ്ലേ ഓഫ് കയറാനുള്ള ചാൻസ് ഞാൻ കാണുന്ന 50-50 ആണ്. കയറുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും കയറുന്നത്.